ഗൈസ്, അപ്പം നമ്മൾ ഈ വീട്ടിനടുത്തുള്ളൊരു മാങ്ങ പറിക്കാനാണ്. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മൾ കണ്ണി മാങ്ങ പറിക്കാനാ വന്നിട്ടില്ലേ. എനിക്ക് മരം കയറാനൊന്നും അറിയില്ല, എന്നാലും കയറി നോക്കുന്ന. ആദ്യമായിട്ടാണ് കയറുന്നതല്ലോ. നല്ല സൈസില്ല 2 മാങ്ങയുണ്ട്, അത് നമുക്ക് പറിച്ചിടാം. ഇത് വീഴുന്നേ ഇല്ല, അതാണ് പ്രശ്നം. ഇതിനിടയ്ക്ക് ഞാൻ ആ കമ്പൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒന്നാമത്തെ ആശം വീണു. അടുത്ത ആശാൻ ഇങ്ങോട്ട് പറിക്കണം. എത്ര തച്ചിട്ട് ഇത് വീഴുന്നേ ഇല്ല. എങ്ങനെ നമ്മൾ മാങ്ങ പറിച്ചു. ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ മാങ്ങ കഴുകിയെടുക്കാം, എന്നിട്ട് മുറിക്കാം. ഉപ്പ് ഇട്ട് തിന്നാം നമുക്ക്. ഇങ്ങനെ ഇതിന് മൊത്ത് കളയുന്നുണ്ട്, എന്നിട്ട് നീളത്തിൽ മുറിക്കാം. ഇതിൻ്റെ വിത്ത് അധികം മൂക്കാത്തത് കൊണ്ട് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയാനും പറ്റുന്നുണ്ട്. ഇത് മുറിച്ചിട്ട് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് കഴിക്കാം. നമുക്ക് അടുത്തത് മുറിക്കാം. ഇതും അതുപോലെ തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യമേ പറിച്ചു. ഇങ്ങനെ വളപ്പിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു മാവിൽ മാങ്ങ കണ്ടു. പിന്നെ കൊതി അടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് പറിച്ചു. അതാണ് കഥ. ചിലതൊന്നും അതിൻ്റെ തൊലിയിൽ നിന്ന് വിട്ട് വരുന്നില്ല, ഇങ്ങനെ ഉറപ്പായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിച്ചത്. ഇനി നമുക്കിത് ഉപ്പും മുളകും ഇട്ടിട്ട് പെരക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മൊത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് പറങ്കിപ്പൊടി ഇട്ടെടുക്കാം. നമ്മുടെ നാട്ടിൽ ഈ മാങ്ങനെ ഗോമാങ്ങ എന്നാണ് പറയല്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുകയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സാക്കാം. അങ്ങനെ നമ്മൾ മാങ്ങയുടെ മിക്സാക്കി. ഇനി നമുക്കിത് കഴിക്കൽ ചടങ്ങിലോട്ട് പോകാം. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സാധനം, സെറ്റ് ഐറ്റം.